എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണി. കല്യാണിയുടെ വീഡിയോ ആണ്. ജീവാലക്ഷ്മി എന്നാണ് കല്യാണിയുടെ റിയൽ നെയിം. അത് കഴിഞ്ഞ പ്രാവശ്യം ആ ഡോക്ടറെ ഒരു പോസ്റ്റ് മനസ്സിലായിരുന്നു. കല്യാണിയെക്കാട്ടും നല്ല പേര് ജീവാലക്ഷ്മി അല്ലെ, അധികം കേൾക്കാത്ത പേര്. ധനലക്ഷ്മിയൊക്കെ കേട്ടിട്ടുണ്ട്, ജീവാലക്ഷ്മി എന്ന് അധികം കേട്ടിട്ടില്ല. നല്ല ക്യൂട്ട് നെയിമാണ്. അപ്പോൾ ഇന്ന് കല്യാണിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്ക് കല്യാണിയോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ കിട്ടുന്ന കണ്ടന്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട്. അത് കല്യാണി മാത്രമല്ല, ഗ്ലാമി ഗംഗ, സാന്ദ്ര തോമസ്, പിന്നെ ആരാ, ജാസ്മിൻ ജാഫറിനാണെങ്കിൽ ഡിപ്രഷനൊക്കെ ബാധിച്ചിട്ട് ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താന്ന് പോലും പുള്ളിക്കാരത്ത് നോക്കുന്നില്ല. പൈസ വേണമെന്നുള്ള രീതിയിൽ കമ്പനിക്കാർ പറയുന്നു, അതേ വാചകം ജനങ്ങളോട് പറയുന്നു. അപ്പോഴേ ആ ഒരു കാര്യത്തിൽ ഇവരോട്, ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിനോട് എല്ലാവരോടും പൊതുജനത്തിനും എനിക്കൊക്കെ ഉള്ള ഒരേ ഒരു കാര്യം, ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തി എത്രയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ കണ്ണി കാണുന്ന മുഴുവൻ സാധനവും അവരെ വിശ്വസിച്ച്, അവരെ ഇഷ്ടപ്പെട്ട്, അവരെ സ്നേഹിച്ച് അവരുടെ ചാനലിൽ വരുന്നവരെ ഇവർ വഞ്ചിക്കും. അത് കേൾക്കുമ്പോൾ വേണം നിങ്ങൾ ചോദിക്കില്ലേ, പരസ്യം പറയുന്നില്ലേ, അതിലൂടെ ആ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ അറിയുന്നില്ലേ? അതൊക്കെ നല്ല കാര്യമാണ്. മറു സൈഡിൽ ഇപ്പൊ മോഹൻലാലാണേലും മമ്മൂട്ടി ആണേലും നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന TV വന്ന് പരസ്യം പറയുന്നുണ്ട്. അവരെ പറയുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം അതൊരു പരസ്യമാണ്. നമ്മുടെ ഉപബോധ മനസ്സും ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതൊരു പരസ്യമാണ് എന്ന്. അപ്പൊ ആ പരസ്യത്തിനെ പരസ്യമായിട്ട് കാണാനുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളത്. അതങ്ങനെയാണ് നമ്മൾ കാണുന്നത്, തള്ളിവിടും. പക്ഷേ ഇവര് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ നല്ല ഇവരുടെ ചാനലിൽ പോകുന്നവരെ ഉദ്ദേശിച്ച കേട്ടോ, എല്ലാവരും അല്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഇവരുടെ അടുത്ത ആള്, കാരണം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ തിരിച്ച് ഇവർക്ക്, അതായത് ഈ വ്ളോഗേഴ്സിന് ഈ ജനങ്ങളോട് ആ സ്നേഹമില്ല. അവർ സ്നേഹിക്കുന്ന പൈസയാണ്. അവർ ആ പൈസ കിട്ടാൻ വേണ്ടി എന്ത് ചതിയും വഞ്ചനയും കമ്പനിക്കാരെഴുതി കൊടുക്കുന്ന വാചകമുണ്ട്. യോ, ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ഇതൊരു പ്രൊമോഷനേ അല്ല കേട്ടോ, സ്വന്തം അനുഭവത്തിന്ന് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് തള്ളി മറിച്ചിടും. ഇത് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ഒരു വഞ്ചനയോട് യോജിപ്പില്ലെന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് കല്യാണി മാത്രമല്ല, ഗ്ലാമി ഗംഗയുണ്ട്, പിന്നെ ഹായ് സുന്ദരി ഉണ്ടെന്നും പറഞ്ഞ് ഈ അടുത്ത് കമന്റിൽ കണ്ട്, എന്റെ കമന്റിൽ തന്നെ വന്നാണ് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഹായ് സുന്ദരി ഉണ്ടെന്നൊക്കെ പറയുന്നു. ഹായ് സുന്ദരി എന്നും പറഞ്ഞ് വിളിക്കുന്ന ചാനല് അവരും എല്ലാം ഉണ്ട്. ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം, വിഷയം മാറിപ്പോകുന്നത്. എന്നാലും പറയാം, ദീപ്തി സീതത്തോട് അവര് സ്കൂളിൽ പോകുന്ന മുട്ട വയ്ക്കുന്ന എന്തോ ഒരു വീഡിയോ ആണ് കൊറോണ കാലത്ത് പടയെന്ന് കയറി വൈറലായി. അവർക്ക് നിന്ന് ഇപ്പൊ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അന്നായതാണ്. അത് കഴിഞ്ഞാണ് ഞാൻ എല്ലാവരും അറിഞ്ഞു വന്നത്. ആ സമയം തൊട്ട് അവരോട് ഇതേപോലെ പ്രൊമോഷന് വേണ്ടി കമ്പനി കാല് പിടിക്കുന്നുണ്ടെന്ന് പറയാം. അവര് പറയുന്ന ഒരേ ഒരു വാക്ക്, നിങ്ങൾ സാധനം തന്നു കഴിഞ്ഞ് അത് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞ് അത് കൊള്ളാമെങ്കിൽ മാത്രം ഞാൻ പ്രൊമോഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. കമ്പനി പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല, അതുപോലെ ഓടി. ഇന്നും അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പല കൃഷിയും, മുട്ടയുടെ കൃഷി, പിന്നെ പശുവിനെ വളർത്തും. ഇപ്പൊ അവിടെ വെള്ളം കയറിയ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. ഇതെല്ലാം അധ്വാനിച്ച് ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അവർക്ക് സൂത്രവിദ്യയിലൂടെ വേണമെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഇപ്പോഴും അവർ മനസ്സുവെച്ച അവരത് ചെയ്യുന്നില്ല. ഇന്നാള് നമ്മൾ കണ്ടായിരുന്നു സാന്ദ്ര തോമസ് മുഖത്ത് മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ് ഗ്ലോ എന്നും പറഞ്ഞ ആൾക്കാരെ വേറൊരു സാധനം തേച്ചിട്ട് ഗ്ലോ എന്നും പറഞ്ഞ് പറ്റിക്കുന്നത്. മൊത്തം ആൾക്കാരും ഗ്ലാമി ഗംഗയുടെ മുഖത്ത് മുഴുവൻ സമയം മേക്കപ്പ് ഉണ്ട്, അതിന്റെ പുറത്താണ് എല്ലാം ചെയ്തു വെക്കുന്നത്. അപ്പം ജനങ്ങളോട് ഇവർക്ക് യാതൊരു ആത്മാർത്ഥയില്ല. അപ്പൊ ഇവിടെ കല്യാണിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് മുഴുവൻ ജനങ്ങൾക്ക് വാരിക്കോരി മുഴുവൻ നേരം തേച്ച് പരിചയപ്പെടുത്തിയിട്ട് കല്യാണിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴേ കല്യാണി ഡോക്ടറെ കാണാൻ പോയി. ഈ പറയുന്ന കമ്പനികളിലോട്ടൊന്നും വിളിച്ചു ചോദിച്ചു, അയ്യോ എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഇത് വന്നേ, ഒരു കറുത്ത പാട് വന്നേ, അതിനുള്ള മരുന്ന് തരുമോ എന്ന് കമ്പനിയിലോട്ടൊന്നും ചോദിച്ചില്ല. അപ്പൊ കല്യാണിക്ക് ആ കമ്പനിയിൽ വിശ്വാസം ഉണ്ടോ? ഏതേലും കമ്പനിക്കാർ കൊടുക്കുന്ന സാധനത്തില് അത് നല്ല കാശ് മുടക്കി വേണം ഈ വക സാധനം മേടിക്കുന്നത്. അതിന്റെ അകത്ത് ഏതിലേലും ഒരു വിശ്വാസം ഉണ്ടോ? ഒന്നിലും ഇല്ല. നല്ലപോലെ ഡോക്ടറെ കാണാൻ പോയി. ഇതാണ് സംഭവം. ഇനിയിപ്പൊ അത് കഴിയട്ടെ. ഞാനിത് വിശദീകരിച്ചെന്ന് വെച്ചാൽ ഫാൻസുകാർ ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ നിങ്ങൾക്ക് കല്യാണിയോട് അസൂയാണോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കമന്റ് ഇട്ട് മെഴുകും. ഒരസൂയയില്ല, എന്ത് കണ്ടിട്ട് അസൂയപ്പെടണം. ഇന്നാള് കമന്റ് എപ്പോഴും കാണുമ്പോൾ ഞാൻ ഓർക്കും, നമുക്ക് അസൂയപ്പെടണേ അവര് നമ്മളിൽ നിന്ന് നമ്മളെ പോലെ ആയിരുന്നു ആദ്യം, പിന്നെ അവരുടെ കഴിവുകൊണ്ട് ഒത്തിരി ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുമോ അവരെങ്ങനെ ഉണ്ടായിരുന്നാന്ന്. വേണമെങ്കിൽ ഒരു അസൂയയുടെ ചെറിയ കണിക അവിടെ വരാം, ഓ അവരൊക്കെ വിജയിച്ചു പോയല്ലോ എന്നൊക്കെ തോന്നി ഒരു അസൂയാണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ ഈ ആരാധകരെ കുത്തിയിരുന്ന് കമന്റ് ഇടുന്നില്ലേ കല്യാണിയോട് അസൂയാണ്? അല്ല, എന്ത് കണ്ടിട്ടാണ് അസൂയപ്പെടണ്ടേ? ഇതുപോലെ കള്ളത്തരം വിളിച്ചു പറയുന്നതിന്റെ അകത്ത്, ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ അകത്തോ എന്ത് കണ്ടിട്ട് അസൂയപ്പെടണ്ടേ?
എനിക്കറിയത്തില്ല. അത് പറയുമ്പോൾ എനിക്കും കൂടെ എപ്പോഴും എനിക്ക് ദേഷ്യം വരും. ഈ അസൂയപ്പെടുന്ന എന്ത് കണ്ടിട്ട്? അല്ല നമുക്കൊപ്പം ഉള്ളവരോടെ അസൂയ, അല്ല മോഹൻലാലിനോട് അസൂയ, മോഹൻലാലിനോട് അസൂയപ്പെടാനുള്ള അർഹത നമുക്കുണ്ട്. അല്ല നമ്മുടെ ചിന്താഗതി ആ വഴിക്ക് പോകും. അവരത്രയും മുകളിൽ. അതുപോലെ പേളിമാണിയെ പറ്റി വീഡിയോ എന്തേലും ചെയ്ത് അപ്പോഴാ കമന്റ് വരെ, പേളിമാണിയോട് നിങ്ങൾക്ക് അസൂയ. ഈ അസൂയ എന്ന വാക്ക് എഴുതിയിടുന്നത് നിങ്ങൾ ആലോചിക്കണം. അസൂയപ്പെടാനും ഒരു അവസ്ഥ ഉണ്ടാവണം. അവരെവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു, അതറിഞ്ഞിട്ട് വേണം നമുക്ക്. സെലിബ്രിറ്റീസിനോട് നമ്മൾ പോയി അസൂയപ്പെടുമോ? അതെന്താണ്? നമുക്ക് ഭ്രാന്തുണ്ടോ അസൂയപ്പെടാൻ? നമ്മളെപ്പോലെ നമുക്കൊപ്പം ഉള്ള ആൾക്കാർ നമ്മളെക്കാട്ടും ഉയർന്നു പോവുകയോ എടുക്കുകയൊക്കെ ചെയ്താൽ സ്ത്രീ ആണേലും പുരുഷനാണേലും ചിലപ്പോൾ ഒരു അസൂയ തോന്നും. അപ്പൊ പറഞ്ഞു വന്ന കാര്യം അതൊന്നുമല്ല, കാട് കയറി പറഞ്ഞു പോയി. അന്നത്തെ ആ സംഭവം ഓർക്കുന്നുണ്ടല്ലോ, ഈ അടുത്ത് വൈറലായി, എല്ലാവരും ചർച്ച ചെയ്ത്. കല്യാണി ഒരു സൈഡ് കുറ്റപ്പെടുത്തി, ഒരു സൈഡ് ഡോക്ടറെ കുറ്റപ്പെടുത്തി, പിന്നെ ഡോക്ടർ വന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ ഡോക്ടറുടെ സൈഡ് നിന്നു, പിന്നെ കല്യാണി വന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ കല്യാണിയുടെ സൈഡ് നിന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും അത് തന്നെ അവസ്ഥ. കല്യാണിക്ക് കറുത്ത പാട്, കരിമംഗല്യം അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്. അതിനു വേണ്ടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അവിടെ ഒത്തിരിയും കാശ് അങ്ങോട്ട് ലക്ഷങ്ങൾ, 3 ലക്ഷം 6 ലക്ഷം എത്രയോ ലക്ഷങ്ങൾ അവിടെ ചെലവാക്കി. എന്നിട്ടും കറുത്ത പാടിന് ഒരു ഇതും വന്നില്ല. അവസാനം കവളിൽ എന്തോ മുറിവ് പോലെ ഉണ്ടായിട്ട് സ്കിന്ന് പഴുക്കുന്ന അവസ്ഥ പോലെ വന്നപ്പോൾ അത് വിളിച്ച് ഡോക്ടറോട് പോയപ്പോൾ ഡോക്ടർ എന്തോ ഒരു ചെറിയ ഓയിൽമെന്റ് നിർദ്ദേശിച്ച്, അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന നല്ല വിലയുള്ള അത് എടുത്ത് തേച്ചോളാനാ പറഞ്ഞ്. പിന്നെ ഇവർക്ക് ബില്ലൊന്നും കൊടുത്തില്ല. എന്ത് ചോദിച്ചിട്ടും ബില്ല് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നു. അതെല്ലാം എടുത്ത് റിയാക്ഷൻ ചാനലിൽ റിയാക്ട് ചെയ്യുന്നു. കല്യാണി പിന്നെ അതിന്റെയൊക്കെ ഒരു മറുപടി ആയിട്ട് വലിയ ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ മറുപടിയായിട്ട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണി ഈ കരിമംഗല്യത്തിനൊന്നും പോയതല്ല, സ്റ്റിറോയിഡ് കലർന്ന് എന്തോ ഒക്കെ വാരി തേച്ചതിന്റെ ഫലമായിട്ട് കല്യാണിയുടെ സ്കിന്ന് പോയിട്ട് അവിടെ ചെന്നാണ്. അതോടൊപ്പം കൊളാബ് ചോദിച്ചു പരസ്യം, അതായത് ഈ പൈസ കൊടുക്കാതിരിക്കാനുള്ളത്, അതിന് താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞതിന് വേണ്ടിയാന്ന് പറഞ്ഞ് അവരും എന്തോ ഒരു വീഡിയോ ഇവരവിടെ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരും ഇട്ടു. അങ്ങനെ രണ്ടുപേരും പൊട്ടാപ്പൊട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പം കല്യാണി ഇന്നലെ കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവര് രജിസ്ട്രേഷൻ ഒന്നുമില്ല, വിവരാവകാശ കമ്മീഷനിൽ നിന്നൊക്കെ അറിഞ്ഞു വരും, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അവിടെ നിന്നൊക്കെ അറിഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പോസ്റ്റ് വായിക്കാം. ഇതാണ് നല്ലത്. ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ആമുഖം അടിച്ചു വിട്ടല്ലേ. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയത്. എന്താണെന്നറിയാം, ഈ ഒരു വീഡിയോ ചെയ്ത് അപ്പം തന്നെ വരും, യോ നിങ്ങൾക്ക് അവരോട് അസൂയാണോ? അസൂയൊന്നുമല്ല. ഒരു വീഡിയോ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ കിട്ടുന്ന കണ്ടന്റ് ചെയ്യുന്നു, റിയാക്ഷൻ ചാനലായുണ്ട്, അത്രേ ഉള്ളൂ. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ട് ഞാൻ മൗനം പാലിച്ചത്. അത് പറയുന്നത് ശരിയാണ്. നമ്മൾ ഒരു കേസ് കോടതിയിൽ ഇരിക്കുവാണെങ്കിൽ ആ കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചുമ്മാ സംസാരിച്ചാൽ നമ്മുടെ പേരിലും കേസ് വരുമെന്നാണ് പറയുന്നത്. ചർച്ചയ്ക്കെടുക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മൗനം പാലിച്ചത്. നേരെ കഴിഞ്ഞ മാസം കണ്ടായിരുന്നു ആ ഒരു ബഹളം എല്ലാം നടന്നത്. അതിനുശേഷം ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, വോയിസും വീഡിയോയും ഒക്കെ പങ്കുവെച്ചതിന് ശേഷം പിന്നെ മിണ്ടുന്നില്ലായിരുന്നു. എന്നാൽ ചില വസ്തുതകൾ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എന്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങൾ. അതായത് കല്യാണി എഴുതിയിടുന്ന വാക്കല്ല, ഔദ്യോഗികമായ ഭാഷയിൽ അവര് തന്നാണ്, അവിടെ നിന്ന് കിട്ടിയ വിവരമാണ്, അല്ലാതെ കല്യാണി ഉണ്ടാക്കിയ കാര്യങ്ങളല്ല എന്നുള്ളതാണ് പറയുന്നത്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി AAD USA രേഖാമൂലം സ്ഥിരീകരിച്ചതാണ് ഇതെന്നുള്ളതാണ് പറയുന്നത്. കോസ്മെറ്റിക്സ് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന് അവർ അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി ചെയ്യുന്നത്. അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ അവരങ്ങനത്തെ ഒരു കോഴ്സൊന്നും എടുത്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയാണ് പറയുന്നത്. അതൊന്നേ. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, RTI എന്ന് പറഞ്ഞ വിവരാവകാശ കമ്മീഷനാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി തങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്നാണ് സ്ഥിരീകരിച്ചത്. അപ്പൊ വിവരാവകാശ കമ്മീഷനിൽ കൊടുത്ത ആർക്ക് വേണേലും നോക്കാം, അവിടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ സ്ഥാപനമോ ഈ വ്യക്തിയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്.
ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക്, അതും വിവരാവകാശ കമ്മീഷൻ അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള കെമിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിക്കുക. അപ്പൊ രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. ഇത് പറയുന്ന കല്യാണി, ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. അതത് സ്ഥാപനങ്ങളിൽ ഔദ്യോഗികമായി രേഖാമൂലം, ഇതൊക്കെ അപേക്ഷ കൊടുത്താൽ നമുക്കും കിട്ടും, രേഖാമൂലം നൽകിയതാണ്. ഇവരുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഇതിന്റെ ബാക്കി, കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലാതെ ഒരാൾ ഡോക്ടർ എന്ന പേര് വെച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഈ കിട്ടിയ രേഖയൊക്കെ വെച്ച് കേസിന് പോകാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ, എന്ന് വെച്ചാൽ പോലീസിനായിരിക്കും. ഈ വിഷയം നിയമപരമായ പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എന്റെ ആഗ്രഹം മുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും പോസ്റ്റും ഒക്കെ പ്രതീക്ഷിക്കാം, വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം. അതിൻ്റെ അകത്ത് പേരുള്ളത് ജീവാലക്ഷ്മി KR, ഇതാണ് പേര്, നമ്മുടെ കല്യാണിയുടെ പേര്. അപ്പം ഇതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചേൽപ്പിക്കാവേ. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ അറിയണം. കോസ്മെറ്റിക്സ് കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ച ആർക്കും പഠിക്കാം എന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ഡോക്ടർ എന്ന് വെച്ചിരിക്കുന്നത് നിയമപരമാണോ? ഈ വ്യക്തി ഇനി മെഡിസിൻ കഴിഞ്ഞിട്ട് കോസ്മെറ്റിക്സ് കെമിസ്ട്രി പഠിച്ചതാണോ എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം മറുപടി തരേണ്ടത് ആരാണ്? ആ ഡോക്ടറാണ്. ഡോക്ടർ ഏതാണ്? നിലൂഫർ ഷെറീഫോ? ഡോക്ടർ നിലൂഫർ ഷെറീഫ്, അവരാണ് തരണ്ടേ. അന്ന് ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഡോക്ടർ എന്തോ വലിയ മഹാസംഭവമാന്നുള്ള രീതിയിൽ മഞ്ജു വാര്യര് പോകുന്നു. ഇവർക്ക് തൃശ്ശൂരും ട്രിവാൻഡ്രം കൊച്ചി എല്ലായിടത്തും ഉണ്ട് സ്ഥാപനം. അപ്പൊ ഡോക്ടർ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മുടെ സംയുക്ത വർമ്മ പറയുന്ന കേൾക്കാം. സൗകര്യങ്ങളും ഇപ്പോ ദൈവാനുഗ്രഹിച്ച് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർഫോർ ഐ ആമിന്റെ ഓണർ. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നിലൂഫറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിന്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയാൻ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ. മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും അതുപോലെ ഫിലിം സ്റ്റാറൊക്കെ പോവുകയും ഇവരെ വിലയിരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവര് വളരെ വിശ്വസ്തരാണ് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവര് അറിവിന്റെ അവസാന വാക്കോ ബുദ്ധിയുടെ അവസാന വാക്കോ ഒന്നുമല്ല. എന്തോ മണ്ടത്തരങ്ങൾ കൂടുതൽ പറയുകയും ചെയ്യുന്നത് ഇവരെ പോലുള്ള സ്ഥിരമായ ഫീൽഡില്ല. അഞ്ജലി നായർ ഈ പ്രാവശ്യം ഇലക്ഷൻ നിന്നപ്പം ചിരിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ആലോചിക്കാതെയൊക്കെ. അതേപോലെ ഇവരുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരാരെങ്കിലും സാക്ഷ്യപ്പെടുത്തി എന്നും പറഞ്ഞ് ഡോക്ടർ 100% ഉണ്ട്. ഈ സംയുക്ത വർമ്മ പറയുന്നത് കേട്ടാൽ ഡോക്ടർ ഈ സ്ഥാപനമായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ പോയിരിക്കാം. കാരണം ഡോക്ടർ ആ സ്ഥാപനത്തിൽ വരുന്ന മുഴുവൻ പേരോട് നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല, നിങ്ങൾ ചെയ്യണ്ട. എന്നാ പിന്നെ ഡോക്ടർ എന്തിനാ ഈ സ്ഥാപനമായിട്ടിരിക്കുന്ന വരുന്നവരോട് മുഴുവൻ ഇങ്ങനെ പറയുമല്ലേ? അപ്പൊ ഇതെല്ലാം ഒന്നും വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡോക്ടർ പഠിക്കാതെ ഡോക്ടർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്, അത് അവർ തെളിയിക്കട്ടെ, അവർ മറുപടി പറയട്ടെ. അതല്ലാതെ കല്യാണിയെ നമുക്ക് ഈ ഒരു കേസിൽ കല്യാണിയുടെ കമന്റ് ബോക്സിൽ കണ്ട് നിന്റെ ഒപ്പം കല്യാണിക്കൊപ്പം ഞാൻ നിൽക്കാൻ തോന്നിയത് എന്റെ ഒരു നല്ല കാര്യം, നന്നായില്ലേ, കല്യാണിയാണ് നിഷ്കളങ്ക എന്നും പറഞ്ഞൊക്കെ കമന്റ് ഉണ്ട്. ഞാൻ ഇവിടെ വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് പേഴ്സണലായിട്ട് പ്രശ്നമൊന്നും കല്യാണിയോടില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ് ഈ ഡോക്ടറും കല്യാണി. നമ്മൾ നോക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയാണ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം ഡോക്ടർ അല്ലാണ്ട് ഈ ചികിത്സയൊക്കെ ചെയ്ത ആൾക്കാരെ കയ്യിലെടുക്കുന്നു. കല്യാണി ഇപ്പുറത്തെ സൈഡില് സ്വന്തം ചാനലിൽ വന്ന് ഈ കണ്ട സാധനം മുഴുവൻ വാരി പൂശിയിട്ട് അങ്ങോട്ട് നിന്നിട്ട് എപ്പോഴും ഫംഗ്ഷന് പോക്ക്, അവിടം തിളങ്ങി നിങ്ങൾ മേടിച്ചോ
എന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഒരു വഞ്ചനയല്ലേ? ആ ഒരു വഞ്ചന ഇപ്പുറത്തെ സൈഡ് ഡോക്ടറും ചെയ്യുന്നു. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ അതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കല്യാണിക്ക് ഒരു പ്രശ്നം വന്നത് കല്യാണി കമ്പനിയൊന്നും അല്ല വിളിച്ചത്, നിന്ന് ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ കല്യാണിയുടെ കാശ് പിടിച്ചെടുത്തു നല്ലപോലെ എന്ന് മനസ്സിലായി. ലക്ഷങ്ങളാ പിടിച്ചെടുത്തത്. ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് പോയ കാശാണ്. ആ കാശ് മുഴുവൻ കല്യാണിയോട് ഡോക്ടർ മേടിച്ചെടുത്തു. അപ്പൊ ഡോക്ടർ മേടിച്ചെടുത്തപ്പോൾ കല്യാണിക്ക് സ്വന്തം കണ്ണി കുത്തിയാ വേദനിക്കും എന്ന് പറയുന്ന ഒരു കല്യാണിക്ക് കൊണ്ട് വേദനിച്ചു. കേസുമായിട്ട് പോയി. ഹസ്ബൻഡും പിന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, ഹസ്ബൻഡും ഒക്കെ സഹായിച്ചും വിവരാവകാശ കമ്മീഷനിൽ നിന്ന് എടുത്തും കേസും ഒക്കെ ആയിട്ട് പുള്ളിക്കാരത്തി മുന്നോട്ട് പോവാ. പുള്ളിക്കാരത്തിക്ക് ഇതേ ഉദ്ദേശമുള്ളൂ, പുള്ളിക്കാരത്തി ചെലവായ കാശ് പിടിച്ചെടുക്കണം. ഇതായിരിക്കും ഉദ്ദേശം. അതിലൂടെ കല്യാണി ആയതുകൊണ്ട് ഇത് ചർച്ചയാകുകയും അതോടൊപ്പം ഡോക്ടർ ഈ കേസിൽ തോറ്റുപോവുകയും ഡോക്ടറൊന്നും അല്ലെന്നൊക്കെ തെളിയിക്കുകയാണ്. ഡോക്ടറുടെ സ്ഥാപനത്തിനാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ മൂന്നാമതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അല്ല, ഒരാളുടെ ഭാഗത്താണ് മുഴുവൻ ശരി, ഒരാൾ മുഴുവൻ കള്ളത്തരമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും കണക്കായിരിക്കും. നിലൂഫർ ശരിയാണോ ഇല്ലയോ എന്ന് നിലൂഫർ ഇനി വന്ന് സ്റ്റോറി ഇട്ടോ അല്ലെ വീഡിയോ ഇട്ടോ അല്ലെ എന്റെ ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ഇന്നടത്ത് പഠിച്ച ഡോക്ടറാണ്, ഞാൻ ആ ഡോക്ടറാണ്, ഞാൻ ഈ ഡോക്ടറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിലൂഫർ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് തെളിയിക്കാതെ നമുക്ക് ആ പുള്ളിക്കാരത്തിന്റെ വശമൊന്നും കേൾക്കാതെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും കല്യാണി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ഇനി അപ്പൊ കേസിന്റെ നാൾ വഴികളിൽ ഇങ്ങനെ പോസ്റ്റ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. കേസിന്റെ അവസാനം ആരാണ് ജയിക്കുന്നത് നമുക്കറിയാം. അന്ന് അതായിരിക്കും സത്യം. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസിന് വിധി വരിക. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.